ജയ് ഭാരതമാതാ, ജയ് ഭാരതമാതാ. ഞാനാ. കമ്മാരനോ? ഓ, ഒപ്പിടാൻ വന്നാണേ. ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു. രാത്രിയിലെ പകലോ? അയ്യോ, പട്ടാപ്പകല്. സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല. എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നേര് പറഞ്ഞ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ഛോട്ടാ സിംഗിനും ഒരേ ഒരു നിർബന്ധം, ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണമെന്ന്. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? ജീവിക്കാൻ വയ്യെന്നായി സാറേ, അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട്. അയ്യോ, എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുരയിടത്തിലെ തേങ്ങാവെട്ടുകാരനായിരുന്നു. പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ? കാണാരാ ശരീരമൊക്കെ ചീർത്തു പോയി സാറേ. ഇനിയിപ്പോ തെങ്ങേ കയറാൻ പാടാണ്. തീറ്റ കുറയ്ക്കണം, എന്നിട്ട് കയറണം. അങ്ങോട്ട് കയറിയാ മതിയോ? തിരിച്ചിറക്കാൻ സാറ് വരുമോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, തന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി 25 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും. എന്നിട്ട് നോക്കാം, അതുവരെ ഒപ്പിടും. ഇതാണ് തലവര. വകുപ്പ് 2-1. എനിക്ക് ലോക്കപ്പും ഇയാൾക്ക് ലോകസഭയും. അയ്യോ, ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ ചാർട്ട്. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നു. വന്നണഞ്ഞൂന്ന് കിഴങ്ങ്. ഇതാണ് സഹകരണ ബാങ്ക്. ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാൻ 2 പേർ പോകും. പറയുന്ന മുഴുവൻ കേട്ടേച്ച് പോടോ. ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ 3 ലക്ഷവും, ഒരു ഓഫീസറും അറ്റൻഡറും ആണെങ്കിൽ 5 ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം. നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. അയ്യോ, പറ്റിച്ചോ? ഇത് സ്വർണ്ണമല്ല, പിത്തളയാ. കള്ള പലിശ. താടി. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ, ഈ നാശന്തോ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് പിടിക്കും. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്ക് തുറക്ക്. അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പെൻസില്, ചോക്ലേറ്റ്, ഉപ്പുമായി ഉന്നം പഠിച്ചു പോയ ആശാന്. വിടുവാ.